ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞായറാഴ്ചയാണ്, കടമുള്ള ദിവസമാണ്. ഇന്ന് ഒരു സദ്വികാരം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ മുനമ്പം പ്രശ്നം ഇപ്പോൾ വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. മുനമ്പം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നമ്മളൊക്കെ വളരെ കൂലങ്കഷമായിട്ട് ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും പരിഹാരമാർഗ്ഗങ്ങൾ ആലോചിക്കുകയും ചെയ്ത ഒരു സംഗതിയാണ്. ആ മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികളടക്കമുള്ള ഏതാണ്ട് 600ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ആ 100-ലധികം ഏക്കർ വസ്തു വഖഫാണ് എന്ന ഒരു അവകാശവാദം കേരള വഖഫ് ബോർഡ് മുന്നോട്ട് വയ്ക്കും. അതിനെ തുടർന്ന് ഇവരുടെ ഭൂനികുതി വാങ്ങിക്കുന്ന പരിപാടി കൊച്ചി തഹസിൽദാർ നിർത്തലാക്കിച്ചു. അപ്പോൾ ഇവർക്ക് വസ്തു വിൽക്കാനോ വാങ്ങാനോ പണയം വയ്ക്കാനോ ലോൺ എടുക്കാനൊന്നും പറ്റാത്ത അവസ്ഥ. അതേ തുടർന്ന് സ്ഥലത്തെ പള്ളി വികാരിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വലിയ സമര പരിപാടികൾ ആരംഭിച്ചു. ഞാനുമൊക്കെ മുനമ്പത്ത് പോയി പ്രസംഗിച്ചാണ്. ഇത് വഖഫാണ് കിഗഫാണ് എന്നൊന്നും പറഞ്ഞ് പിടിച്ചു പറിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല, നമ്മൾ സമ്മതിക്കില്ല, വഖഫ് ബോർഡുകാർ വേറെ വല്ല പണി നോക്കണം എന്ന് പറഞ്ഞു. വഖഫ് ബോർഡിൻ്റെ നിലപാടിനോട് തീരെ യോജിച്ചില്ല ഈ മത്സ്യത്തൊഴിലാളികളടക്കമുള്ള ആളുകൾക്ക് വസ്തു വിറ്റ ഫാറൂഖ് കോളേജാണ് ഇതിൻ്റെ മുത്തവല്ലി. അവർക്ക് ഈ വസ്തു സർവ്വസ്വാതന്ത്ര്യ ക്രയവിക്രയ അവകാശത്തോട് കിട്ടിയതാണ്. ആ ധൈര്യത്തിലാണ് അവർ ഇത് വിറ്റ് കാശ് മേടിച്ചത്. ആ പൈസ ഇപ്പോഴും അവരുടെ പെട്ടിയിൽ കിടക്കുകയാണ്. അത് പെട്ടിയിൽ കിടക്കുമ്പോൾ അവർക്ക് ഇത് വഖഫാണെന്ന് പറയാൻ പറ്റില്ല. ഇത് ദാനാധാരമായിരുന്നു, ക്രയവിക്രയ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ഞങ്ങളത് വിറ്റു കാശ് മേടിച്ചു, ഇത്ര കാര്യമുള്ളൂ. അവരത് പറയുന്നുണ്ട്. പക്ഷേ ഈ വഖഫ് ബോർഡിലിരിക്കുന്ന കുരങ്ങന്മാർക്ക് ഇത് മനസ്സിലാവില്ല. അവർ പറയണത് അങ്ങനെയല്ല, ഒരിക്കൽ വഖഫായ പിന്നെ ആയുഷ്കാലം മുഴുവനും വഖഫായിരിക്കും. ആയുഷ്കാലമല്ല, കൽപ്പാന്ത കാലത്തോളം വഖഫായിരിക്കും. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും വിൽപ്പന ഞങ്ങൾ അംഗീകരിക്കില്ല. ഈ മത്സ്യത്തൊഴിലാളികൾക്കാവട്ടെ മറ്റു സാധാരണക്കാർക്കാവട്ടെ അവിടെ താമസിക്കുന്ന ആർക്കെങ്കിലും ആവട്ടെ ഇതിൽ യാതൊരു അവകാശവുമില്ല. അവരിപ്പം തന്നെ ഒഴിഞ്ഞു തരണം. അവർ നാട് വിട്ടു പോകണം. അവർ കൂടും കുടുക്കെടുത്ത് സ്ഥലം വിട്ടു പോകണം എന്നുള്ളതാണ് വഖഫ് ബോർഡിൻ്റെ തത്വാധിഷ്ഠിതമായ നിലപാട്. അപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളും വോട്ട് കിട്ടാനുള്ള താല്പര്യത്തിന് വേണ്ടിയിട്ട് അവരവരുടേതായ നിലപാടുകൾ സ്വീകരിച്ചു. ഏതാണ്ട് ഈ സമയത്താണ് കേന്ദ്ര ഗവൺമെൻറ് വഖഫ് നിയമം ഭേദഗതി ചെയ്തത്. അപ്പോൾ ഈ നിയമം ഭേദഗതി ചെയ്താൽ നീതി കിട്ടും എന്നാണ് നമ്മുടെ മുനമ്പത്തുകാർ വിചാരിച്ചത്. പക്ഷേ അതിപ്പോഴും കയ്യിൽ കിട്ടിയിട്ടില്ല, അനുഭവവേദ്യമായിട്ടില്ല. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസുണ്ട്, സുപ്രീം കോടതിയിൽ കേസുണ്ട്, പിന്നെ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ വസ്തുതാന്വേഷണ കമ്മീഷനുണ്ട്, മറ്റു പലതുമുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിൽ പതിവുള്ളതാണ്. അതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് സംഗതി ഇന്ന ദിവസം വരെ തീരുമാനമായിട്ടില്ല. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ, അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ പറവൂരിൽ നിന്ന് അധികം ദൂരമല്ല ഈ സ്ഥലം. അദ്ദേഹത്തിൻ്റെ മണ്ഡലം പറവൂരാണെങ്കിൽ തൊട്ടടുത്തുള്ള വൈപ്പിൻ മണ്ഡലത്തിലാണ് മുനമ്പം ഉള്ളത്. വിളിച്ചാൽ കേൾക്കുന്ന ദൂരമുള്ളൂ. അപ്പോൾ സതീശനും ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് കൊച്ചി MLA ആയിരിക്കുന്ന മുഹമ്മദ് ഷിയാസും ഹൈബി ഈഡനൊക്കെ മുനമ്പത്തി വന്നു. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ടെങ്കിൽ പ്രശ്നം തീരും, 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന കാര്യമുള്ളൂ മുനമ്പത്ത് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇദ്ദേഹം മുഖ്യമന്ത്രിയായി. 10 മിനിറ്റല്ല, 10 മണിക്കൂറല്ല, 10 ദിവസമായി. അപ്പോഴത്തേക്ക് സംഗതി കൂടുതൽ വഷളായി. കാരണം എന്ന് വെച്ചാൽ ഈ പിണറായി സർക്കാർ നിയോഗിച്ച വഖഫ് ബോർഡ് പോകുന്ന വഴിക്ക് ഒരു പാരയും കൂടി വെച്ചിട്ട് പോയത്. അതെന്താ വെച്ചാൽ ഈ വഖഫ് എന്നിവർ പറയുന്ന സ്ഥലമുണ്ടല്ലോ, 404 ഏക്കറാണ്. ഈ 404 ഏക്കർ ഉമ്മീദ് പോർട്ടലിൽ ചേർത്ത് രജിസ്റ്റർ. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സോഡാക്കുപ്പി തല്ലി പൊട്ടിക്കണം, എന്നാലേ അതിൻ്റെ അകത്തിട്ട് രാശിക്കായ അഥവാ ഗോട്ടി പുറത്തെടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനൊരു അവസ്ഥയുള്ളത്. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കുന്നതിനെക്കുറിച്ച് ദൈവശാസ്ത്ര പണ്ഡിതന്മാരും മതപണ്ഡിതന്മാരും ക്രിസ്തീയ പുരോഹിതന്മാരും ഇസ്ലാം മത പണ്ഡിതരുമൊക്കെ തല പുകഞ്ഞ് ആലോചിക്കുകയാണ്. സർക്കാർ അവരുടെ വഴിക്ക് ആലോചിക്കുന്നുണ്ട്, റവന്യൂ വകുപ്പ് വേറെ വഴിക്ക് ആലോചിക്കുന്നുണ്ട്, പല വിധത്തിലുള്ള ആലോചനകളും അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ആർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിന് പ്രായോഗികമായൊരു പരിഹാരമാണ് ഞാനിവിടെ നിർദ്ദേശിക്കുന്നത്. ഇത് ധിക്കാരമാണെങ്കിൽ നിങ്ങൾ പൊറുക്കുക, ക്ഷമിക്കുക, മാപ്പ് തരിക. അതല്ല ഇത് പയറ്റുപോകാവുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് പരീക്ഷിക്കാവുന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ ഈ മുനമ്പത്ത് ഇപ്പം നിലവിലുള്ള ഭൂമി എന്ന് പറയുന്നത് 112 ഏക്കറേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ കടലെടുത്ത് പോയി. ആധാരത്തിലാണ് 404 ഏക്കർ, അനുഭവത്തിൽ 112 ഉള്ളൂ. ബാക്കിയൊന്നും അവിടെ ഇല്ല. ബാക്കി പുഴയാണ്, കടലാണ്, കായലാണ്, മറ്റു പലതുമാണ്. സത്യത്തിൽ 112 ഏക്കറേ ഉള്ളൂ. 112 ഏക്കറിലാണ് ഈ 600-ൽ പരം കുടുംബങ്ങൾ താമസിക്കുന്നത്. അവർ താമസിക്കുന്ന വസ്തു ഒഴിച്ച് ബാക്കി വസ്തുക്കൾ നമുക്ക് വഖഫായിട്ട് നിലനിർത്താം. അതായത് ഈ 404 ഏക്കറിൽ നിന്ന് 112 ഏക്കർ കുറച്ച് ബാക്കി 292 ഏക്കർ സ്ഥലമാണ് കാണേണ്ടത്. ആ സ്ഥലം വഖഫായിട്ട് നിലനിർത്താം, ആർക്കും ഒരു ആക്ഷേപമില്ല.
വഖഫ് ബോർഡിന് ആ സ്ഥലത്തിൻ്റെ പുറത്ത് പൂർണ്ണ ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടുകൂടി അവകാശം തരാം. ആർക്കെങ്കിലും പതിച്ചു കൊടുക്കാനും വിരോധമില്ല, മറിച്ച് വെക്കാനും താല്പര്യമില്ല. ബാങ്കിൽ പണയം വച്ച് കടമെടുക്കാനും നമുക്ക് ആർക്കും വിരോധമില്ല. ഏത് ബാങ്കുകാർ കടം കൊടുക്കും എന്നാലോചിച്ചാൽ മതി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രശ്നം തീരും. ഈ 112 ഏക്കർ വഖഫ് ബോർഡ് അവിടുത്തെ താമസക്കാർക്ക് സക്കാത്ത് കൊടുത്തായിട്ട് കണക്കിൽ രേഖപ്പെടുത്തിയാൽ മതി, പ്രശ്നം തീർന്നു. ഈ സക്കാത്ത് കൊടുക്കുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നുള്ളൂ. 10 മിനിറ്റ് വേണ്ട, 10 സെക്കൻഡ് പോലും വേണ്ട. ഈ 112 ഏക്കർ സക്കാത്ത് കൊടുത്തായിട്ട് കണക്കാക്കുക. ബാക്കിയുള്ള 292 ഏക്കർ അത് കൃത്യമായിട്ട് ഈ വഖഫായിട്ട് കണക്കാക്കുക. ഇനിയിപ്പോൾ കടലാണ് ആ സ്ഥലമെങ്കിൽ അത് വഖഫ് സമുദ്രം എന്നോ, കായലാണെങ്കിൽ വഖഫ് കായലെന്നോ, തോടാണെങ്കിൽ വഖഫ് തോട് എന്ന പേരിട്ടോട്ടെ. നമുക്ക് ആർക്കും ഒരു വിധമില്ല, സന്തോഷമുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു പരിഹാരമാണ് സത്യത്തിൽ ഇതിനകത്ത് പ്രാവർത്തികമായിട്ടുള്ളത്. ആർക്കും ആക്ഷേപമില്ല, എല്ലാവർക്കും സന്തോഷകരമാണ്. ഈ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തമ്മിലൊരു ഭിന്നതയുടെ ആവശ്യമില്ല. ക്രിസ്ത്യാനികളുടെ പള്ളികളൊക്കെ അതേ സ്ഥലത്ത് പ്രവർത്തിക്കും, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ പ്രവർത്തിക്കും. അല്ലാണ്ട് ഇവരെ അവിടെ നിന്ന് ഇറക്കി വിടാനൊന്നും പറ്റില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മുസ്ലിം ലീഗുകാർക്കും അറിയാം, വഖഫ് ബോർഡിൽ ഇരിക്കുന്നവർക്കും അറിയാം, എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. പക്ഷേ പ്രായോഗികമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ. ഈ 112 ഏക്കർ അവർക്ക് കൊടുക്കുക, ബാക്കിയുള്ളത് വഖഫ് ബോർഡുകാർ എടുക്കുക. അവിടെ എന്തെങ്കിലും നട്ടുപിടിപ്പിക്കുകയോ കൃഷി ചെയ്യുകയോ അതിൽ നിന്ന് ആദായം എടുക്കുകയോ കെട്ടിടം പണിഞ്ഞ് വാടക കൊടുക്കുകയോ എന്തുവേണേലും ചെയ്യാം. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അങ്ങനൊരു പരിഹാരം മാത്രമേ ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് സാധ്യമായിട്ടുള്ളൂ.